ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇത് 2 ഉടുപ്പാണ് കേട്ടോ. അതൊരു കൊച്ചിന് സ്കൂളിലെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇത് ഈ വൈറ്റ് കളർ ഉടുപ്പ് തയ്ക്കുന്നതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ഞാനിത് ഈ കോണായിട്ട് 4ആക്കി മടക്കിയിട്ടേക്കണതാണിത്. നമ്മുടെ തുണി 4ആക്കി കോണായിട്ട് മടക്കിയിട്ടേക്കാണിത്. എന്നിട്ട് നമുക്ക് ഈ വെള്ള ഉടുപ്പിൻ്റെ നെക്ക് ഭാഗമാണ് ഞാനിത് ഇവിടെ അടയാളപ്പെടുത്തണേ കേട്ടോ. നമുക്ക് നെക്ക് മൊത്തം 16 ഇഞ്ച് കിട്ടണം. അപ്പോൾ മേളിൽ നിന്ന് നമുക്കൊരു 5 ഇഞ്ച് താഴത്തിൽ നമുക്കിത് അടയാളപ്പെടുത്തുമ്പോഴാണ് 4 ഇഞ്ച് കിട്ടണം കേട്ടോ. അപ്പോൾ 4ഉം 8 8 16, അപ്പോൾ 16 ഇഞ്ച് വന്നെ. ഈ ഭാഗം വന്നത് കഴുത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. ഈ ഫോട്ടോയിൽ കണ്ട പോലെ അത് കഴുത്തിൽ വന്നിട്ട് താഴെയിട്ട് ഇങ്ങനെ കിടക്കണ ഭാഗമാണ്. അപ്പം നമ്മൾ ഈ ഫ്രോക്കിനൊക്കെ പാവാട പീസ് ചെയ്യണ മാതിരി ആണ് ഇത് കട്ട് ചെയ്തെടുക്കണേ കേട്ടോ. ക്രോസായിട്ട് ആണ് കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ 35 ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത് മൊത്തം. അപ്പോൾ നമ്മൾ ഈ നെക്ക് അടയാളപ്പെടുത്തിയെടുത്തിന്ന് 35 ഇങ്ങനെ എല്ലാ ഭാഗത്തും അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ അംബ്രല്ല ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യണേ. ഇത് 35 ഇഞ്ചാണ് ഇതിന് ഇറക്കം വേണ്ടത്. അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും 35 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഇതാണ് നെക്ക് വന്ന ഭാഗം. അത് കട്ട് ചെയ്തെടുത്ത് ഇത് ഞാൻ ഇതായി പോവാതിരിക്കാൻ വേണ്ടി മുട്ട് സൂചി കുത്തി വെച്ചിരുന്നാൽ കണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കണം. അടിയൊന്നും സ്റ്റിച്ചൊന്നും ചെയ്യേണ്ട, വെറുതെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അവർക്ക് ഒരു ദിവസത്തേക്കുള്ള സ്കൂളിൽ എന്തോ പ്രോഗ്രാമിനാണ്. അപ്പോൾ ഒരു ഫോട്ടോ അയച്ചു തന്ന് അതുപോലെ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യണതാണ് കേട്ടോ. ഞാൻ ഒരു ബ്ലാക്കും വൈറ്റും ചെയ്ത ബ്ലാക്കിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കാൻ ആര്യം വിട്ടുപോയി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ചെയ്തപ്പോൾ വീഡിയോ എടുത്തതാണ് കേട്ടോ. നമ്മളിത് ഇങ്ങനെ കോണായിട്ട് വരച്ചു കൊടുത്തിട്ട് അതിങ്ങനെ കട്ട് ചെയ്ത് ഇടാണ്. അടിയിലെ ഡിസൈനാണ് ഇത്. അതുപോലെ തന്നെ എല്ലാ ഭാഗവും നമുക്കിങ്ങനെ കട്ട് ചെയ്ത് തന്നെ എടുത്തതാണ് ഇത് കണ്ട. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ വന്നു. ഇനി ഇതിൻ്റെ ഇവിടെ വയ്ക്കാൻ വേണ്ടിയിട്ട് സെൻറ്ററിൽ 2 ഇത് വയ്ക്കണം. ഇത് ഞാൻ നെക്കിൻ്റെ മുകളിലൊരു തൊപ്പി പോലെ ഉണ്ട്, അത് ചെയ്തതാണ് കേട്ടോ. ഇതിൻ്റെ ഫുൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. കുറച്ചൊക്കെ നിങ്ങൾ കാണിച്ചു തരാമെന്നോർത്ത് എടുത്തത് കാണിച്ചതാണ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് 2 കണ്ണും വായുവൊക്കെ പോലെയുള്ള ഇതാണ്. ഫോട്ടോയിൽ കണ്ട പോലെ നമ്മൾ ബ്ലാക്ക് സാറ്റനിലാണ് ഇത് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. സാറ്റനിലാണ് എല്ലാം. നമ്മൾ വൈറ്റും സാറ്റിൻ്റെ തുണി തന്നെയാണ്. ഇനി ഇത് നമുക്ക് എടുത്താണ് അതും വച്ചേക്കണം. ബ്ലാക്ക് ഇത് ഞാൻ സ്റ്റിച്ചിങ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇങ്ങനെയാണ് വന്നത് കേട്ടോ. ഇത് അംബ്രല്ല ഫ്രോക്ക് ചെയ്യണ പോലെ ഫ്രോക്ക് ചെയ്തിട്ട് ഈ സാറ്റൻ്റെ കൊടുത്തേക്കണം എന്നുള്ളൂ കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കഴുത്തിലും കൈയുടെ ഭാഗത്തും ഓറഞ്ച് കളറ് സാറ്റൻ കൊടുത്താണ് നമ്മൾ ചെയ്തേക്കണത്. സ്റ്റിച്ചിങ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ്. ഇതിൻ്റെ പിക്ക് കസ്റ്റമർ ഇട്ട പിക്കുണ്ട്, അത് ഞാൻ ഇതിൻ്റെ കൂടെ ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ 2 ഫ്രോക്കും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് വൈറ്റിൻ്റെ അടിഭാഗം കണ്ട. വൈറ്റ് ഞാൻ ബ്ലാക്കൊക്കെ ഒട്ടിച്ച് വന്നപ്പോൾ ഇങ്ങനെയാണ് അത് വന്നേക്കണം. തൊപ്പിയും ഒക്കെ വന്ന രീതിയിലാണ് കേട്ടോ ഇത് ചെയ്തേക്കുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും കമൻ്റ് ഇടാനൊന്നും മറന്നു പോകരുത് കേട്ടോ. ഇനി ഇതുപോലെയുള്ള അടുത്ത വീഡിയോകളായിട്ട് വീണ്ടും വരാം. താങ്ക് യു.